ഹലോ, ഇന്ന് നമുക്കൊരു ലണ്ടൻ ട്രിപ്പിന്റെ വിശേഷങ്ങളായാലോ? ചേട്ടായി നമ്മൾ എവിടെ പോവാ? ചേച്ചി താണ്ട കൊണ്ടുവിടാൻ വേണ്ടി വണ്ടി എടുക്കണു. 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിനാണ് നമ്മൾ പോയത്. കാർ എടുത്തു കഴിഞ്ഞാൽ ലണ്ടനിലുള്ള പാർക്കിംഗ് ഒക്കെ പ്രശ്നം വന്നാലോ എന്ന് കരുതിയിട്ടാണ് ട്രെയിനിന് പോയത്. അപ്പോൾ അതിരാവിലെ തന്നെ എണീറ്റ് നോർത്താംപ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറി ഏകദേശം 1.5 മണിക്കൂറോളം ട്രെയിനിൽ യാത്രയുണ്ട് ലണ്ടൻ വരെ. അപ്പം ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു ട്രിപ്പാണ് കേട്ടോ. കാരണം ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഇതിനിടയിൽ ഒരു ട്രിപ്പ് എന്ന് കരുതിയിട്ട് എവിടെയും പോയിട്ടില്ല. പക്ഷേ ഇതിനു മുൻപ് ഒരിക്കൽ ലണ്ടനിൽ പോയിട്ടുണ്ട്. അത് നമ്മുടെ പോലീസ് ക്ലിയറൻസിൻ്റെ ഒരു കാര്യത്തിന് ആപ്ലിക്കേഷൻ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അന്ന് മര്യാദയ്ക്ക് എവിടെയും കാണാനോ എവിടെയും പോകാനോ ഒന്നും കരുതിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾക്ക് 2 പേർക്കും അവധി കിട്ടിയപ്പോൾ പോയേക്കാമെന്ന് കരുതി. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ലണ്ടനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചുറ്റും ഒന്ന് കണ്ണോടിച്ച് അവിടുത്തെ ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്കാണ് പോയത്. വലിയൊരു ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. അവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. നമുക്ക് കാണാൻ കയറുന്നതിന് എക്സ്ട്രാ പൈസയൊന്നും വേണ്ട. പക്ഷേ എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ കയറി ഉടനെ അവിടെ ഒരു ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലത്ത് പോയിട്ടിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് അതിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഹിസ്റ്ററിയൊക്കെ വളരെ താല്പര്യത്തോടെ കാണുന്ന എല്ലാവർക്കും പോകാവുന്ന നല്ലൊരു ഇടം തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലണ്ടനിലെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. വളരെ തിരക്കുള്ള സമയമായിരുന്നു. കാരണം ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറിനോട് അടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ പോയത്. നാഷണൽ ഗാലറിയിൽ വന്നേക്കാണ് നമ്മള്. നാഷണൽ ഗാലറിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പറയായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോലീസ് ക്ലിയറൻസ് മേടിക്കാൻ വന്ന സമയത്ത് ഇവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നല്ല രസത്തിൽ ഇവിടെയൊക്കെ വന്ന് കണ്ടുപോയി. നാഷണൽ ഗാലറി കാണാനും നമുക്ക് നല്ല രസമാണ് കേട്ടോ. ആർട്ടിസ്റ്റുകളൊക്കെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത് കഴിഞ്ഞ് ട്രഫൽഗാർ സ്ക്വയറും കൂടി കണ്ടു കേട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ. ഇവിടെ പോയിരിക്കാൻ ഒത്തിരി ആളുകളുണ്ട് ഇപ്രാവശ്യം. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും ഒത്തിരി ആൾക്കാർ ഇവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്നത്. കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചു കേട്ടോ. നാഷണൽ ഗാലറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഇതുള്ളത്. മാത്രമല്ല അവിടെ ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റുകളും ഉണ്ടായിരുന്നു. നല്ല ഷോപ്പിങ്ങിനും നല്ല ഫുഡ് തട്ടാനും ഒക്കെ ഈ ഒരു സ്ഥലം നല്ല രസമുണ്ടായി. ഞങ്ങളിങ്ങനെ കുറേ നേരം ഇരുന്നു. അതിനുശേഷം പതിയെ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് ഇറങ്ങി കേട്ടോ. ഇത് ലണ്ടനിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും റീൽസ് കണ്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. മെൽറ്റഡ് ആയിട്ടുള്ള ചോക്ലേറ്റും അതുപോലെ തന്നെ സ്ട്രോബെറിയൊക്കെ. പക്ഷേ 10 പൗണ്ട് കൊടുത്ത് മേടിച്ചതാണ്. പക്ഷെ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ചൈന ടൗണിൽ പോയി. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടു. 1-2 ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നൊരു മാർക്കറ്റ് പോലത്തെ സ്ഥലത്തേക്ക് എത്തിയേക്കുവാണ്. ഇവിടെ ചെന്നപ്പം എന്തോ ഒരു സ്ട്രീറ്റ് പ്ലേ നടക്കുന്നതായിട്ട് കണ്ടു. അപ്പം എല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ടിട്ട് നമ്മളും അവിടെ പോയിട്ടോ. അപ്പോൾ ഒരാൾ ഇതുപോലെ തന്നെ സ്ട്രീറ്റ് പ്ലേ ചെയ്യുന്നതാണ്. ഒത്തിരി പേര് ഇത് ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. അയാൾ നല്ല കോമഡിയൊക്കെ പറഞ്ഞ് ഓഡിയൻസിനെ മൊത്തം കയ്യിലെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു റൂപ്പിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കത്തികൾ കൊണ്ട് നൈഫ് കൊണ്ട് അമ്മാനം ആടാനാണ് അയാൾ ശ്രമിച്ചത്. അത് കാണാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തിരിച്ച് ഞാൻ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നടന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ക്രിസ്മസ് ടൈമിൽ ലണ്ടനിൽ വന്നാലുള്ള ഒരു ഗുണം. ഒരുപാട് ഡെക്കറേഷൻസ് കാണാൻ. അതിൻ്റെ ഉള്ളിലോട്ട് കടന്നപ്പം അവിടെയും മറ്റൊരു സ്ട്രീറ്റ് പ്ലേ നടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതും കുറച്ച് നേരം കണ്ടതിന് ശേഷം ഞങ്ങളുടെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഷോപ്പിങ്ങിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ലേഡി നിന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അത് ആസ്വദിച്ച് ചുറ്റും ഒത്തിരി ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് ഈ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് ടണലിലൂടെ അണ്ടർഗ്രൗണ്ട് ട്രെയിൻസ് പിടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ.
കാരണം ഞങ്ങൾ ടോട്ടലി ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ട്രെയിൻ അങ്ങ് ഇറങ്ങിയപ്പോഴാണ് ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഡേ എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ഇത്രത്തോളം പ്രതീക്ഷയില്ല. പക്ഷേ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാഴ്ചകളും ഒക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്നതും ഈ ഒരു ഏരിയ തന്നെയാണ്. എന്ത് രസമായിരുന്നു എന്നറിയോ, വേറെ തന്നെ ഒരു ലോകത്ത് പോയതുപോലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് നല്ല മിസ്റ്റുള്ളൊരു ഡേ ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റുകളൊക്കെ ഏകദേശം പകുതിയോളം ഈ ഒരു മിസ്റ്റിൽ പൊതിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ഒരു പുഴ പോലത്തെ സംഭവം കടന്ന് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ചുറ്റും ഇങ്ങനത്തെ ഫ്ലാറ്റുകളും ആ ഒരു പുഴയും എല്ലാം കൂടി ഒരു വേറെ തന്നെ ഒരു ലോകത്ത് ചെന്ന് പെട്ടതുപോലെ ഉണ്ടായിരുന്നു. എന്തായാലും ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലോട്ട് ചെന്നു. അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് റൂമിൻ്റെ കീ ഒക്കെ മേടിച്ച് റൂമിലെത്തി. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം തിരിച്ചിറങ്ങി. രാത്രിയായപ്പം ഈ കാഴ്ചകൾക്ക് കുറച്ചും കൂടി ഭംഗി കൂടി എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് നമുക്ക് ലണ്ടനിൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തോടനുബന്ധിച്ച് വിൻ്റർ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലേ. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും ആ പോക്കിൻ്റെ ഇടയിൽ കണ്ട കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ കാനറി വാഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിന്നത്. ഈ സാധനം കടന്നിട്ടാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോകേണ്ടത്. പണ്ട് മുതലേ ഇങ്ങനെ കറങ്ങി പോകുന്ന ഇതിൽ കയറാനായിട്ട് എനിക്ക് നല്ല പേടിയാണ്. എന്തായാലും അതൊന്ന് കറങ്ങി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും വളരെ നല്ലൊരു വിഷ്വൽ എനിക്ക് ഇങ്ങനെ കണ്ണിൻ്റെ മുൻപിൽ കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ട് നടന്ന് ആസ്വദിച്ചാണ് പോയത്. പിന്നെയും പ്രോപ്പർ ലണ്ടനിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിലൊക്കെ ഒത്തിരി തിരക്കാണ്. സ്ട്രീറ്റ്സൊക്കെ നല്ല ലൈറ്റ്സും കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഒരുപാട് പേര് ഈ ലൈറ്റ്സ് കാണാനാണല്ലോ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പതിയെ നടന്നാണ് പോകുന്നത്. നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ച് കുറച്ച് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ സൈക്കിളിലുള്ളതും ബസ്സിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടും ഒക്കെ ഓപ്പൺ ബസ്സായിട്ടൊക്കെ ഒത്തിരി പേര് വന്ന് കണ്ടു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പതിയെ വിൻ്റർ വണ്ടർലാൻഡിലോട്ട് പോയി. ഇതിന് നമ്മൾ £7 പേ ചെയ്തിട്ടാണ്. കാരണം നല്ല പീക്ക് ടൈമിൽ നമ്മൾ ഇവിടെ ഒരു പൈസ കൊടുക്കണം, എൻട്രി ഫീസ് ഉണ്ട്. അങ്ങനെ അവിടെ പോയി കാണാൻ വേണ്ടി പോയപ്പോൾ നേരത്തെ കണ്ട പോലത്തെ റിക്ഷ പോലത്തെ വണ്ടികൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഡെക്കറേറ്റഡ് ആയിട്ട്. അതിൽ നമുക്ക് പൈസ കൊടുത്ത് സ്ട്രീറ്റ് മൊത്തം പോയി കാണാവുന്നതാണ്. ഈ വിൻ്റർ വണ്ടർലാൻഡിൻ്റെ ദൂരത്തിൽ നിന്നുള്ളൊരു വിഷ്വലാണ് കേട്ടോ ഇത്. ഇത്രയും ദൂരം നടന്ന് വേണം നമ്മൾ അവിടോട്ട് ചെല്ലാനായിട്ട്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ നോർത്താംപ്ടണിലൊക്കെ ഇതുപോലത്തെ ഫെസ്റ്റുകളൊക്കെ വരാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടി നല്ല രസമുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ ഈ വിൻ്റർ വണ്ടർലാൻഡ്. ഇത് കണ്ടില്ലെങ്കിൽ മിസ്സായി പോയേനെന്ന് ഞാനും ഫേട്ടായും കൂടി ഇങ്ങനെ പറയുമായിരുന്നു. കാരണം ഒത്തിരി റൈഡുകളും ഒരുപാട് ഫുഡുകളും സ്റ്റോളുകളും ഷോപ്സും ഒക്കെ ഇതിനോട് ചേർന്നുണ്ടായിരുന്നു. അതിലുപരി ഒത്തിരി അധികം ആൾക്കാരും ലൈറ്റ്സും ഒക്കെ കൂടി കാണാനായിട്ട് പണ്ടൊക്കെ നമ്മൾ ഉത്സവങ്ങൾക്കും പള്ളിപ്പെരുന്നാളുകൾക്കും ഒക്കെ പോവില്ലേ, അതിനേക്കാൾ എത്രയോ ഭംഗിയുള്ള കാഴ്ചകളുണ്ടായിരുന്നു ഇവിടെ. കുറച്ച് ഷോപ്സിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇതുപോലുള്ള റൈഡുകൾ കാണാനും ഇതൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഓരോന്നും കാണുമ്പോൾ ഇതിൽ കയറിയാലോ, ഈ ഒരു സംഭവത്തിൽ കയറിയാലോ എന്ന് ചേട്ടായി ഒത്തിരി പ്രാവശ്യം ചോദിച്ചു. അതിനുള്ള ധൈര്യം എനിക്കില്ലാത്തത് കൊണ്ട് ജെയിൻ വീലിൽ കയറാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ജെയിൻ വീലിലൊക്കെ കയറി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജെയിൻ വീലിൽ കയറിയത്. ഒരാൾക്ക് £12 ആയിരുന്നു. അങ്ങനെ 2 പേർക്കും കൂടി £24 കൊടുത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പോലെ അത്ര സ്പീഡിലൊന്നും പോകില്ല. ചിലപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ കൊണ്ടായിരിക്കണം വളരെ പതുക്കെ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെയിൻ വീലിൽ കയറിയ ഒരു പ്രതീതിയൊന്നുമില്ല. പിന്നെ നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു കാഴ്ച കിട്ടും എന്ന് മാത്രം. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ബസ്സിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ലൊരു അറബിക് റെസ്റ്റോറൻറ്റിലാണ് പോയത്. നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് ഫസ്റ്റ് ഡേ അവസാനിച്ചു. സെക്കൻഡ് പാർട്ടിനായിട്ട് വീണ്ടും കാത്തിരിക്കുക. അതുവരേക്കും ബൈ ബൈ.